കാരണം അദ്ദേഹത്തിന്റെ ഫാദർ ആണെങ്കിലും ചെറുപ്പക്കാരനാകാൻ ആഗ്രഹിക്കുന്ന മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കുന്ന ഒരു അച്ഛൻ കഥാപാത്രം. പ്രായം തോന്നിക്കാത്ത ഞാൻ ശരിക്കും റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പ്രായം അദ്ദേഹത്തിന്റെ അച്ഛന്റെ പ്രായം എനിക്കുണ്ട്. എന്നാലും ഞാൻ അതൊന്നും കാണിക്കാതെ ഇപ്പൊ ഈ കാണുന്നത് പോലെ നടക്കുന്ന ഒരാളാണ്. അത് ഡയറക്ടർക്ക് മനസ്സിലാക്കാണ് ഈ കഥാപാത്രത്തിന്റെ ഏറ്റവും ആപ്റ്റ് റഫീഖാണെന്ന് മനസ്സിലായി കാണും. എനിക്ക് ഭയങ്കര ഒരുപാട് പ്രഷർ ഡെഫിനറ്റ്ലി. കാരണം എന്നെക്കാളും ഒരുപാട് എക്സ്പീരിയൻസും ചെയ്ത് പരിചയമുള്ള ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്ത പ്രോജക്ട്സും എന്റെ ഒരു എഫേർട്ടിന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട കഥാപാത്രങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ജൻസിക്കുള്ള കണ്ടന്റ് കൂടെ അപ്പൊ പ്രശ്നമില്ല, ബാലൻസ് ചെയ്ത് നോക്കണം. ഹായ് എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റെക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ആലി എന്ന മൂവിയിലെ നായകന്റെ അച്ഛൻ കഥാപാത്രത്തിൽ എത്തുന്ന ആളാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അതാണ് വലിയൊരു വിശേഷം. അപ്പൊ നമ്മുടെ ആലി എന്ന മൂവിയില് നായകൻ കഥാപാത്രത്തിൽ എത്തുന്നു, അച്ഛൻ കഥാപാത്രത്തിൽ എത്തുന്നു. അപ്പൊ ആദ്യം തന്നെ ഈ കഥാപാത്രം എങ്ങനെ നിങ്ങളിലേക്ക് എത്തുന്നത്? കഥാപാത്രത്തിൽ എന്നെ വിളിച്ചു അതിന്റെ ഡയറക്ടർ ഇങ്ങനെ കഥാപാത്രം എനിക്കൂടി ചേരുന്ന ഒരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് അവർക്ക് ഡയറക്ടർക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കഥാപാത്രം ഞാൻ ചേരുമെന്ന് തോന്നിയത് കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ ഫാദർ ആണെങ്കിലും ചെറുപ്പക്കാരനാകാൻ ആഗ്രഹിക്കുന്ന മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കുന്ന ഒരു അച്ഛൻ കഥാപാത്രം. പ്രായം തോന്നിക്കാത്ത ഞാൻ ശരിക്കും റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പ്രായം എനിക്കുണ്ട്. എന്നാലും ഞാൻ അതൊന്നും കാണിക്കാതെ ഇപ്പൊ ഈ കാണുന്നത് പോലെ നടക്കുന്ന ഒരാളാണ്. അത് ഡയറക്ടർക്ക് മനസ്സിലാക്കാണ് ഈ കഥാപാത്രത്തിന്റെ ഏറ്റവും ആപ്റ്റ് റഫീഖാണെന്ന് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും എന്നെ സെലക്ട് ചെയ്തത്. ഞാൻ ആക്ച്വലി ആക്സിഡന്റലായിട്ടാണ് ഈ സെയിം ടീമിന്റെ ഫസ്റ്റ് പടം ഉണ്ടായിരുന്നു. അതിന്റെ ഓഡിയോ ലോഞ്ചിന് ഞാൻ പോയതാണ്. ആൻഡ് ഐ വാസ് ഓൾറെഡി ഇൻ ദി ആക്ടിങ് ഫീൽഡ്. സോ മാമിനെ തന്നെ അറിയാമായിരുന്നു. സോ അത് അങ്ങനെ ഒരു വൺ ടൈം മീറ്റ് ചെയ്തു. പിന്നെ 1 year കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ തന്നെ കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് വിളിക്കുക ചെയ്യണം. സോ എന്തോ എന്റെ ഇപ്പൊ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തോ മാമിന് വർക്ക്ഔട്ട് ആയിരുന്നു. ഹീറോ ആയിട്ടുള്ള ഡബ്ബി ആണ്. ഇതിന്റെ 4ാമത്തെ പടമാണ് ഇപ്പൊ റിലീസ് ആവാൻ പോകുന്നത്. ഞാൻ ക്യാരക്ടർ റോൾസ് ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസ് ചെയ്താണ് തുടങ്ങിയത്. സോ മാമിനും അന്ന് മീറ്റ് ചെയ്തപ്പോ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. മേക്കേഴ്സിനെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ, പ്രഷർസ് പോയി എല്ലാം കാണിച്ചത്. അത് ചെയ്തു. ഒരു ഹീറോ ആയിട്ട് ഒരു ഡെബ്യൂ ചെയ്യാൻ പോകുന്നു. വാട്ട് യു ഫീൽ? I feel very blessed and I'm very happy. അത്രേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളൊരു കുറച്ചാൾ മുന്നേ ചെയ്തു വെച്ച ഒരു വർക്കാണെങ്കിൽ ഒരുപാട് എഫേർട്ട് കന്യാകുമാരിയിലും ഫുൾ ക്യാമറേജ് മൊത്തം ഇറങ്ങി ഇതെല്ലാം പോയി ഷൂട്ട് ചെയ്ത എഫേർട്ട് എടുത്ത് ചെയ്തേക്കുന്ന ഒരുപാടാണ്. സോ അത് ഇറങ്ങുന്നെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ് ഡെഫിനറ്റ്ലി. അപ്പൊ മൂവിനെ പറ്റി പറയാം. ഈ ആലീനെ വെക്കുമ്പോ റൊമാൻസ് ആണോ, ഫാമിലി ആണോ? റൊമാൻസ് ഫിലിം ആണ്, എന്നാലും ഫാമിലി അറ്റാച്ച്മെന്റ് ഒരുപാട് സീനുകളുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരുപാട് അറ്റാച്ച്മെന്റ് സീനുകളൊക്കെ ഉള്ള സിനിമ തന്നെയാണ്. റൊമാൻസ് ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ മോൻ എന്ന നിലയിൽ എങ്ങനെയാണ്? ഞങ്ങൾ 2 സീനിലെങ്ങാണ്ട് ഉണ്ടായുള്ളൂ. വിഷമം പറയുന്ന ഒരു മോനായിട്ടാണ് ഞാൻ കൂടെ ഉള്ളത്. കാരണം ഞാൻ അദ്ദേഹത്തെക്കാൾ കുറച്ചും കൂടി സ്റ്റൈലായിട്ടൊക്കെ ഒരു ജീവിതം ആസ്വദിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ്. അപ്പൊ മകൻ അങ്ങനെയല്ല, കുറച്ചുകൂടെ ഞങ്ങൾ ഒന്നിച്ചു വരുന്നത് കുറച്ചാണ്. ബട്ട് അതിനൊരു ഇമ്പാക്ട് ഉണ്ട് ആ ഫിലിമില്. കാരണം അത്രയും നാളും എന്റെ ക്യാരക്ടറിന്റെ ഉള്ള ഒരു പ്രശ്നമാണ് ഈ അച്ഛന്റെ ഇഷ്യൂസ്. ഒരുപാട് പറയാൻ പറ്റുമല്ലോ. അതെ, ഇപ്പൊ പൊതുവെ പറയാറുണ്ടല്ലോ അച്ഛൻ മകൻ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്. നമ്മളിപ്പോ മൂവീസിലാണെങ്കിലും അല്ലെങ്കിൽ റിയൽ ലൈഫിലാണെങ്കിലും അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലവാണ് അവരുടെ ഇടയിൽ ഉണ്ടാവുക. അപ്പൊ ഇതിലെങ്ങനെയാണ്? അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആണ് അതോ ഈ പറഞ്ഞ പോലെ അസൂയാണ്? ഞാൻ കുറച്ചുകൂടെ ഇദ്ദേഹത്തിന് പരാതിയൊക്കെ ഉണ്ട്. പരാതിയുള്ള ഞാൻ സ്വന്തം വീട്ടിൽ താമസിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ കൂടെയല്ല താമസം.
അങ്ങനെയും കൊണ്ട് ഒരുപാട് പറഞ്ഞു പോയതിന് സിനിമ ഒന്നും പറയാനും പറയാൻ പറ്റില്ല. ഒരിക്കലും സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ നമ്മളെ കുറിച്ച് പറയാന്നല്ലാതെ എന്തായാലും എനിക്ക് പറ്റിയ കഥാപാത്രമാണ് മാഡം എനിക്ക് തന്നത്. ഞങ്ങളുടെ അവാർഡ് ഫംഗ്ഷനിലാണ് കണ്ടുമുട്ടി പരിചയപ്പെട്ടത്. ആ പരിചയം വെച്ച് ഞാൻ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ പോകുന്നുണ്ട്, റഫീഖിനെ വിളിച്ചാൽ പറഞ്ഞെന്ന് പറഞ്ഞു. കറക്റ്റ് സമയത്തിനെ വിളിച്ചു, ഞാൻ പോയി അഭിനയിച്ചു. എനിക്ക് ചെറിയ റോളേ ഉള്ളൂ ഈ പടത്തില്. നമ്മുടെ ഒബ്വിയസ്ലി നായിക കഥാപാത്രത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് മൊത്തം പോകുന്നുണ്ട്, ബിക്കോസ് ഇറ്റ്സ് എ ഫീമെയിൽ സെൻട്രിക് മൂവിയാണ്. ആൻഡ് നായികയുടെ പേര് തന്നെയാണ് ആലി എന്നുള്ളതിന്റെ വേറെ കുറച്ച് ഇന്നർ മീനിങ്സും കൂടെ അവർക്കുണ്ട്. ബട്ട് അതല്ലാണ്ട് മെയിൻലി നായികയുടെ കഥയാണ്. അതിന്റെ അകത്തു നിന്നുള്ള ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങളെല്ലാരും. പക്ഷെ എന്റെ സൈഡിൽ നിന്നുള്ള ഫാമിലിയുടെ ഒരു അച്ഛൻ മകനായിട്ടുള്ള ഒരു ഡൈനാമിക്സ് ഒക്കെ നല്ലോണം എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടുണ്ട്. ഈ കൃഷ്ണ എന്ന് പറയുന്ന ഡയറക്ടർ ഉണ്ടല്ലോ, സോ ആടൊപ്പുള്ള വർക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഓരോ ഷോട്ടും വളരെ ക്ലിയർ ആക്കിയിട്ട് അദ്ദേഹം അവര് മോണിറ്ററിന്റെ മുമ്പിൽ നിന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഓക്കെ പറയൂ. വെറുതെ ഡയറക്റ്റായിട്ട് ഓക്കെ പറയില്ല. മാമിന് എക്സാക്ട്ലി എന്താ വേണ്ടെന്നുള്ളത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പിക്ക് ചെയ്താൽ മതി. ആൻഡ് വൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇംപ്രവൈസ് ഒക്കെ ചെയ്യാനും ഒരു നമ്മുടേതായ ഇൻപുട്ട് കൊടുക്കാനൊക്കെയുള്ള ഒരു സ്പേസ് എനിക്ക് തന്നത്. അവരുടെ മനസ്സിൽ ഈ സിനിമയുണ്ട്. അപ്പൊ അത് കറക്റ്റായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഓക്കെ പറയൂ. അവരെ എഴുതുന്നതും കഥയൊക്കെ അവരായതുകൊണ്ട് അവരുടെ മനസ്സിൽ സിനിമ പറയാതെ റിലീസ് ആകുന്നുണ്ടെങ്കിലും മാഡത്തിന്റെ മനസ്സിൽ ഈ സിനിമ എങ്ങനെയാണെന്നുള്ളതുണ്ട്. നമ്മളെ കാണാത്തുള്ളൂ. അവർക്ക് സിനിമ അപ്പൊ ഈ മൂവി പല പല സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങളുടെ സീക്വൻസ് ഇവിടെ തന്നെ ആയിരുന്നു? ഞങ്ങൾ കോവളം. ഓക്കെ. എന്റെ കന്യാകുമാരിയിലും ഉണ്ടായിരുന്നു, യുഎയിലും ഉണ്ടായിരുന്നു. മിക്സ് ആയിരുന്നു അല്ലേ? സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റും നല്ല ലൊക്കേഷൻ ആയിരുന്നു. നമുക്ക് കുറെ അടിപൊളി സ്ഥലങ്ങൾ കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പൊ നമ്മുടെ യു എയിൽ തന്നെ ആണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഷിഫ്റ്റ് ഒക്കെ നടക്കുന്നത് ഒരു പ്രൈവറ്റ് ഐലൻഡിൽ നിന്ന് അടുത്ത സ്പീഡ് ബോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് പോകുന്നു, അടുത്ത വണ്ടി കയറുന്നു, പിന്നെ ഓഫ് റോഡ് കയറുന്നു, ഡെസേർട്ടിൽ കൂടെ പോകും. സോ ഇങ്ങനത്തെ കുറെ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ പടത്തിന് വേണ്ടി തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് പല സ്ഥലങ്ങളിലും നമ്മൾ ഷൂട്ട് ചെയ്ത് തന്നെയാണ് മൂവ് ചെയ്തേക്കുന്നത്. ഈവൻ സോ അതിന്റെ ഒക്കെ ഒരു ബ്യൂട്ടി കിട്ടിയിട്ടുണ്ടാകും പ്രതീക്ഷിക്കുന്നത്. ഈ പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഫെമിലിയർ ആയ ഫേസസ് ഉണ്ട്. അപ്പൊ റഫീഖും കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. സൗരഭ് ചെയ്യുന്നുണ്ടായിരുന്നു, ലൈക്ക് ഹീറോ ആയിട്ട് ഫസ്റ്റ് മൂവി ഇവരൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരുപാട് പ്രഷർ ഡെഫിനറ്റ്ലി. കാരണം എന്നെക്കാളും ഒരുപാട് എക്സ്പീരിയൻസും ചെയ്ത് പരിചയമുള്ള ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്ത പ്രോജക്ട്സും എന്റെ ഒരു എഫേർട്ടിനും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. സോ എനിക്ക് അങ്ങനെ ഒരു പേടി എന്ന് പറയാനില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഫസ്റ്റ് ടൈം നമ്മൾ ഒരു ഹീറോ റോളിലേക്ക് വരുമ്പോൾ പ്രഷർ ഉണ്ടാവും. നമ്മൾ ഫുൾ ഓഫ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമ്മളത് ചെയ്ത. ബട്ട് നമ്മളത് വിശ്വസിച്ചാലേ വേറെ ആരെങ്കിലും അത് വിശ്വസിക്കും. അപ്പൊ നിങ്ങളുടെ അപ്കമിങ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്? എനിക്കിപ്പോ നെക്സ്റ്റ് മന്ത് ഒരു ഹോട്ട്സ്റ്റാർ വെബ് സീരീസ് ഉണ്ട്. പിന്നെ സർപ്രൈസ് ആണ്. യെസ്, ഓക്കെ. ഒരുപാട് അതിനെ പറ്റിയും പറയാൻ പറ്റില്ല, അത് വേറെ പ്രൊമോഷൻ വേറെ പോകാം. സോ അത് വരുന്നുണ്ട്. പിന്നെ ഒരു വിത്തിൻ 2 months ഞങ്ങളുടെ അടുത്തൊരു പടം വരുന്നുണ്ട്, രാസാത്തി എന്ന് പറഞ്ഞ. സോ ഈ വർഷം 2 പടം വെബ് സീരീസ് അങ്ങനെ അത് കഴിഞ്ഞ് വേറെ ബാക്കി മേക്കേഴ്സ് ഒക്കെ എന്തെങ്കിലും വിചാരിക്കണം. എന്നെ കാസ്റ്റ് പ്ലീസ്. ഞാൻ ശരിക്കും ഡാം 999 വെള്ളം ജയസൂര്യയുടെ വെള്ളത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 20ാമത്തെ ഫിലിമാണ് തോന്നിയത് ആലി. ഇപ്പൊ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ് മൊഴി എന്ന് പറഞ്ഞിട്ട് വൈദ്യുത സിനിമയാണ്. ഇപ്പൊ രാജസ്ഥാന്റെ ഷോട്ട് കഴിഞ്ഞു, ഇത് പിന്നലെ എത്തിയത്. ഇനിയിപ്പോ അടുത്തത് തമിഴ്നാട്ടിലും പാലക്കാട് വലുതൊക്കെ അടുത്ത ഷൂട്ട്. അപ്പൊ ഇപ്പത്തെ ഓഡിയൻസ് ഇച്ചിരി ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അവർക്ക് റൊമാൻസ് ആയാലും ഹൊറർ ആയാലും ത്രില്ലർ ആയാലും എന്തെങ്കിലും ലൈക്ക് കുറച്ചും കൂടി ജെൻസി വൈബ് എലമെന്റ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മൂവി അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെ ഒരു രീതിയിൽ വരുന്നുണ്ട് തോന്നുന്നു. എന്റെ ക്യാരക്ടർ എന്റെ ഒരു ജനറേഷനിൽ തന്നെ പെടുന്ന പോലത്തെ ജെൻസി ജനറേഷനിൽ തന്നെ പെടുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. എലിമെന്റ്സ് എന്ന് പറഞ്ഞ് ചെയ്യാൻ ഒരുപാട് ആഡ് ചെയ്യുന്നത് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ജെൻസി ക്യാൻ ഓൾസോ എൻജോയ് ദിസ്. ലൈക്ക് ലവ് സ്റ്റോറീസ് ആണെങ്കിലും ഫാമിലി സ്റ്റോറീസ് ആണെങ്കിലും ഇറ്റ് നെവർ ഗെറ്റ്സ് ഓൾഡ്.
പിന്നെയും ഡിഫറെന്റ് പാറ്റേണിൽ ഇത് റീടോൾഡ് ആവുമ്പോ ഓൾ ജനറേഷൻസ് വിൽ എൻജോയ് എന്നുള്ളതാണ്. സോ ഹോപ്പ്ഫുള്ളി ഇക്കൊക്കെ എന്ത് തോന്നുന്നു? അതെ, എനിക്ക് ചെറിയൊരു 5-6 സീൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു പുതിയ കാലഘട്ടത്തിന്റെ ഇത് തന്നെയാണ് എനിക്ക്. അപ്പൊ ടെൻഷനില്ല അതിൽപ്പെട്ട കഥാപാത്രങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് ജെൻസിക്കുള്ള കണ്ടന്റ് കൂടെ അപ്പൊ പ്രശ്നമില്ല, ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് നോക്കണം. ഓക്കെ, ഈ റൊമാൻസ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ പറയാറുണ്ട് എല്ലാവർക്കും എല്ലാം സെറ്റ് ആയിപ്പോലെ, ചിലർക്ക് കോമഡി ആയിരിക്കും, ചിലർക്ക് ത്രില്ലർ ആയിരിക്കും, ചിലർക്ക് റൊമാൻസ് ആയിരിക്കും. അപ്പൊ റൊമാൻറ്റിക് ഹീറോ അല്ലെങ്കിൽ റൊമാൻസ് എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടിയല്ലേ, തോന്നിയിട്ടുണ്ടോ? കുറച്ചൊരു ടാസ്ക് ഉണ്ടാവും. കാരണം നമ്മള് ഒറ്റയ്ക്ക് അഭിനയിക്കുന്ന പോലെ അല്ല, വേറൊരു ആർട്ടിസ്റ്റിന്റെ കൂടെ ചിലപ്പോ ക്ലോസ് ആയിട്ട് അല്ലാണ്ട് പല ഇമോഷൻസിൽ കൂടെ നമ്മൾ അഭിനയിച്ചു പോകേണ്ടി വരും. സോ അതൊരു ചിലപ്പോൾ ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരിക്കും. പക്ഷെ എനിക്ക് താങ്ക്ഫുള്ളി എനിക്കതങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടില്ല. അവിടെ ഞാൻ പിന്നെയും തിരിച്ചു പോകുന്നത് എന്റെ ഇതിന് മുന്നത്തെ ഷോർട്ട് ഫിലിം കരിയറിലേക്കാണ്. അവിടെ എല്ലാവരായിട്ടും വർക്ക് ചെയ്ത് ശീലമായതുകൊണ്ട് ഇപ്പൊ എനിക്ക് സിനിമയിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ബട്ട് ഇനി തോന്നുന്നു എന്താ പറയാ, പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റ് നിൽക്കുന്ന ആളുടെ ഒരു റാപ്പോ എങ്ങനെയാന്നുള്ളത് അനുസരിച്ചിരിക്കും. ഇപ്പൊ ആദ്യ പ്രസാദ് ഫോർ എക്സാമ്പിൾ എനിക്ക് നല്ല റാപ്പ് ഉള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു കെമിസ്ട്രി ഇതിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്, വിച്ച് ഇസ് ജെന്യുവൻ. സോ പൊപ്പുള്ള ആൾക്കാർക്ക് അത് റെസൊനേറ്റ് ആവും ആ ഒരു കണക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ മൂവി റിലീസ് ചെയ്യാൻ പോകുന്ന ഈ മാസം August 14th അല്ലേ? അപ്പൊ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പ്രേക്ഷകരോട് പറയുന്നത്, ഇതില് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. കൂടാതെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയെ ആഗ്രഹിക്കുന്ന ആളുകൾ, സിനിമയിലേക്ക് കയറി പറ്റാൻ വേണ്ടി ജനങ്ങളുടെ മനസ്സിൽ ഇടം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. ഈ സിനിമ നിങ്ങൾ തീർച്ചയായും കാണും, കണ്ട് അത് വിജയിപ്പിക്കുന്ന ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്. എനിക്ക് പറയാനുള്ളത് ഒരുപാട് വലിയ വലിയ മൂവീസ് വരുന്ന ഒരു ടൈമാണ്, ഫെസ്റ്റിവൽ ടൈമാണ്. സോ നമ്മുടെ ഈ ചെറിയ പടം നിങ്ങൾ മനസ്സിലാക്കുക. ചെറുതെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വലിയ പടത്തിന്റെ ക്വാളിറ്റിയാണ് വലിപ്പം തീർത്തുകൊണ്ടിരിക്കുന്നത്. ആ ക്വാളിറ്റിയിൽ ഇത് വലിയ പടം. അപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മൂവി ഹിറ്റാട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും എന്താ പറയാ, നല്ല നല്ല ക്യാരക്ടേഴ്സ് ഞങ്ങൾ മുന്നിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.